ഏകദേശം 1.5 ലക്ഷം രൂപ മുതൽ വാഹനങ്ങളുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തരം വാഹനങ്ങളും പരിപൂർണ്ണ വിശ്വാസം മാറ്റിയെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ കാളത്തോടുള്ള എ മോട്ടോഴ്സിന്റെ പ്രീ ഓണഡ് യൂസ്ഡ് ഷോറൂമിലാണ്. കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം ഇവിടെ, അതായത് നവംബർ മാസം 21, 22, 23 തീയതികളിൽ ഒരു മെഗാ യൂസർ മേള നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവർ കൊടുക്കുന്ന ഓഫേഴ്സ് എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എഴുതി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ ദിവസങ്ങൾ, അതായത് വെള്ളി, ശനി, ഞായർ, നവംബർ മാസം 21, 22, 23 തീയതികളിൽ ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നിലവിൽ കൊടുത്തിരുന്ന പ്രൈസിൽ നിന്ന് മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അതായത് മാക്സിമം എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുക്കുന്ന വാഹനങ്ങൾക്ക് ലോൺ സൗകര്യം 90% മുതൽ 100% വരെ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 100% ലോണിൽ കിട്ടുന്ന വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണ്. പിന്നെ പോരാത്തതിന് അതും ന്യൂ കാറിന്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെയ്തു തരാനാണ് മറ്റൊരു ഓഫർ. പിന്നെ അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധി 7 വർഷം വരെ ഉണ്ട്. ബാങ്ക് ലോൺ ആയതുകൊണ്ട് തന്നെ മാക്സിമം കാലാവധി നമുക്ക് ചെറിയൊരു EMI നമുക്ക് മാസത്തവണകളായിട്ട് അടക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾ എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ സ്വന്തമാക്കുന്നതെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് നൽകുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള വാഹനം, അതിപ്പോൾ പഴയ 2 വീലർ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ഏതാണെങ്കിലും നല്ല വിലയ്ക്ക് എടുക്കും ചെയ്യും. പോരാത്തതിന് 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ നിങ്ങൾ ഏത് ചെറുവാഹനം എടുത്താലും ഏത് വലിയ വാഹനം എടുത്താലും 5,000 രൂപയുടെ ആക്സസറീസും കാര്യങ്ങളും ഫ്രീ ആയിട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. 2022 മോഡൽ ഓൾട്ടോണർ LX ആണ്. 38 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. 3 ഫ്രീ സർവീസും കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ്, ടൂഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 3,40,000 രൂപയാണ്. ഒരു ലോ ബഡ്ജറ്റിലൊരു മോഡൽ കൂടിയൊരു വാഹനം. 2014 മോഡൽ ഡാറ്റ്സിൻ്റെ ഗോ വന്ന വേരിയൻ്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. കമ്പനി സർവീസൊക്കെ ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ ആണ് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, സീറ്റോർ കാര്യങ്ങളൊക്കെ ആണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 1,60,000 ചോദിക്കുന്ന വില കേട്ടോ. ആളുകൾ ചോദിക്കുന്ന ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ് ഡീസൽ ഉണ്ടോന്ന്. 2018 മോഡൽ സ്വിഫ്റ്റ് ഡീസലൊന്ന് വന്നിട്ടുണ്ട്. വീഡിയോ ആണ് വേരിയൻ്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 79,000 ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ വാഹനം നമ്മൾ കമ്പനി ചോദിക്കുന്ന വില 6,10,000 ആണ്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ABS എയർ ബാഗ് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. 82,000 കിലോമീറ്ററിൽ 2014 മോഡൽ വാഗണർ VX ആണ്. നല്ലൊരു സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, ഡീഫോഗർ എല്ലാം വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 3,10,000 രൂപയാണ് ചോദിക്കുന്ന വില കേട്ടോ. 2022 മോഡൽ ടാറ്റൻ്റെ പഞ്ചാണ്. 1.2 അഡ്വഞ്ചർ വേരിയൻറ്റിൽ വരുന്ന ഒരു പെട്രോൾ വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ കമ്പനി സർവീസുകളുണ്ട്. നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ABS എയർ ബാഗ് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 6 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില കേട്ടോ. ഒരുപാട് ആൾക്കാരെ വിളിച്ച് ചോദിക്കുന്ന ഒരു വണ്ടിയാണ് ടാറ്റൻ്റെ ടിയാഗോ. 2020 മോഡൽ ടിയാഗോ XZ+ ആണ്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 32,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അലോയ് വീൽസ്, ABS എയർ ബാഗ് എല്ലാം വരുന്ന നല്ലൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 4,30,000 രൂപയാണ് കേട്ടോ. ഒരു ലോ ബഡ്ജറ്റിലൊരു ഡീസൽ കാർ നോക്കുന്നുണ്ടെങ്കിൽ 2016 മോഡൽ റിറ്റ്സ് LD ആണ്. 1,46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടൂടെ ഒരു പവർ വിൻഡോ ആണ് വരുന്നത്. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 3 ലക്ഷം രൂപ ചോദിക്കുന്ന വില. ഒരുപാട് എൻക്വയറിയുള്ളൊരു വണ്ടിയാണ് ഈക്കോ. 2016 മോഡൽ ഈക്കോൻ്റെ 5 സീറ്റർ AC വന്ന വേരിയൻറ്റിലൊരു വണ്ടിയാണ്. നിലവിൽ 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില കേട്ടോ. 0 ഡൗൺ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 2018 മോഡൽ ഹുണ്ടായുടെ i10 ആണ്. ആസ്റ്റേ വേരിയൻ്റ് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ABS എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 4 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില കേട്ടോ. ഒരു ലോ ബഡ്ജറ്റിലൊരു സാൻഡ്രോ എടുക്കുന്നുണ്ട്. സിംഗ് ആണ് വേരിയൻ്റ് വരുന്നത്. 2011 മോഡൽ.
നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഈ വാഹനം നമ്മൾ ചോദിക്കുന്നതല്ല, 1 ലക്ഷം രൂപ ചോദിക്കുന്നതല്ല കേട്ടോ. 2019 മോഡൽ എക്സ്പ്രസോൻ്റെ VX വന്ന വേരിയൻറ്റിലുള്ള വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്നതല്ല, 3,40,000 കേട്ടോ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ നമുക്കൊരു 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. 4 വർഷം വാറണ്ടി ഉള്ളൊരു സ്വിഫ്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. 2023 മോഡൽ 4 സിലിണ്ടറിൽ വരുന്ന സ്വിഫ്റ്റ് VX ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് 4 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഈ വാരം നമ്മൾ ചോദിക്കുന്നതല്ല, 7,10,000 രൂപയാണ്. വെറും 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2018 മോഡൽ വാഗണർ VX ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 6 മാസത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, ഡീഫോഗർ എല്ലാം വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പറയുന്നത് 4,20,000 രൂപ കേട്ടോ. 2015 മോഡൽ ഓൾട്ടർനൂർ ആണ്. LX ആണ്. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടൂർ പവർ വിൻഡോ ആണ് വരുന്നത്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്നതല്ല, 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നതല്ല കേട്ടോ. 2019 മോഡൽ ഡിസയർ VX ആണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 6 മാസത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ബാക്ക് റിവേഴ്സ് സെൻസർ, ABS എയർ ബാഗ് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്നതല്ല, 6,70,000 ചോദിക്കുന്നതല്ല കേട്ടോ. 2018 മോഡൽ ഡിസയർ VX ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, അതുപോലെ തന്നെ അലൈവീലോ എല്ലാം ചെയ്തിട്ടുള്ള നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്നതല്ല, 5,90,000 കേട്ടോ. നവംബർ മാസത്തെ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഈ വണ്ടിക്ക് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 2015 മോഡൽ എത്തിയോസ് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യമൊന്നുമില്ല. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 5,30,000 രൂപയാണ് കേട്ടോ. 2017 മോഡൽ ബലേനോ സീറ്റ വന്ന വേരിയൻ്റ് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ABS എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് സെൻസർ, അലോയ് വീൽസ് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന പോലെ 5,70,000 കേട്ടോ. 2021 മോഡൽ ഗ്രാൻഡ് i10 നിയോസ് ആണ്. സ്പോർട്സ് ആണ് വേരിയൻ്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 5,20,000 രൂപയാണ്. വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2018 മോഡൽ WRV ആണ്. S ആണ് വേരിയൻ്റ് വരുന്നത്. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ ഇതെല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില കേട്ടോ. 2020 മോഡൽ ഹോണ്ട ജാസ് ആണ്. പെട്രോൾ ആണ്. VX ആണ് വേരിയൻ്റ് വരുന്നത്. വേറെ നിലവിൽ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ABS എയർ ബാഗ് എല്ലാം വരുന്ന നല്ലൊരു വണ്ടിയാണ്. ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില 6,20,000 രൂപയാണ് കേട്ടോ. നിങ്ങളൊരു പുതിയ കാർ ഫ്രോങ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണണേ. 2023 മോഡൽ ഫ്രോങ്സ് ടർബോ ഫുൾ ഓപ്ഷൻ, അതായത് ആൽഫ വേരിയൻ്റിലുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, കമ്പനി സർവീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് 4 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ, ABS എയർ ബാഗ്, ബാക്ക് റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽ എല്ലാം വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വാഹനത്തിന് പുതിയതിന് വില നോക്കുകയാണെങ്കിൽ നമുക്ക് 14,70,000 വില വരുന്നുണ്ട്. നമ്മളിതിന് ചോദിക്കുന്ന വില 11,70,000 ലക്ഷങ്ങളുടെ മാറ്റങ്ങളാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ.